ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന യങ് ആക്ട്രസ് മമിത ബൈജുവിൻ്റെ വിജയിച്ച ചിത്രങ്ങളും പരാജയപ്പെട്ട ചില ചിത്രങ്ങളും നമുക്ക് നോക്കാം. ആദ്യത്തേത് സർവോപരി പാലാക്കാരൻ. മമിത ബൈജുവിൻ്റെ ആദ്യ ചിത്രമായിരുന്നു സർവോപരി പാലാക്കാരൻ. വേണുഗോപിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ രാജി എന്ന കഥാപാത്രമായിട്ടാണ് മമിത അഭിനയിച്ചത്. എന്നാൽ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയാണുണ്ടായത്. ഡാഗിനി. രാഹുൽ രാജീവ് നായറിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം അഡ്വഞ്ചർ ഡ്രാമയായാണ് പുറത്തിറങ്ങിയത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഫ്ലോപ്പായിരുന്നു. വരത്തൻ. ആക്ഷൻ ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് അമൽ നീരദായിരുന്നു. സാൻഡ്ര എന്ന കഥാപാത്രമായിട്ടാണ് മമിത ഈ ചിത്രത്തിൽ വേഷമിട്ടത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയമാണ് നേടിയത്. സൂപ്പർ ശരണ്യ. ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ ചിത്രമാണ് സൂപ്പർ ശരണ്യ. ഓഡിയൻസിന്റെ ഇടയിൽ നല്ല അഭിപ്രായം നേടി സാമ്പത്തികമായി ഈ ചിത്രം വിജയിച്ചു. പ്രേമലു. ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ റൊമാൻറ്റിക് കോമഡി ഡ്രാമ ചിത്രമാണ് പ്രേമലു. നസ്ലിൻ കെ ഗഫൂറാണ് ചിത്രത്തിലെ നായകവേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറുകയും ചെയ്തു. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് സിനിമകൾ ഏതൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ ചേർക്കൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.